കഴിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി പയ്യന്മാരൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ ഐസ്ലാൻഡ് പോകും. അവിടെ നിന്ന് ഷിപ്പ് ഇന്നലെ മുടങ്ങിയതാണല്ലോ, ഇന്നലെ ഷിപ്പ് ക്യാൻസലായി. അപ്പോൾ ഇന്ന് എന്താ അവസ്ഥ, കാലാവസ്ഥ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല. കാലാവസ്ഥ എന്താ അവസ്ഥ, എനിക്കെന്താ തൻ്റെ അവസ്ഥ എന്താ? കാലാവസ്ഥ ഭയങ്കര മോശമായിട്ടുണ്ട്. ഇന്നലെ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് ഏതായാലും നമ്മള് രാത്രി കാലാവസ്ഥ മോശമായിരുന്നു. ഇന്നലെ ഭയങ്കര മോശം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും നമ്മള് ഷിപ്പിൽ കയറി നേരെ ലക്ഷദ്വീപിലോട്ട് പോകണം. അതാണ് ഇനി എന്ത് സംഭവിച്ചാലും സെക്യൂർ പറഞ്ഞാൽ ഞങ്ങൾ ഷിപ്പേകൾ എടുത്ത് പോകുന്നാണ് പറഞ്ഞത്. സ്പീഡ് ബോട്ട് എടുത്ത് പോകുന്നത്. അതെ അതെ അതെ, എന്താ പറയാനുണ്ട്? സെക്യൂറിന് ഒന്നും പറയാൻ പാടില്ല. കാരണം എന്താ പറയാ, ഇന്നും ക്യാൻസൽ ആയ നേരെ വീട്ടിൽ വിടാന്ന് സെക്യൂർ പറഞ്ഞത്. നമ്മളതാ ടിക്കറ്റും പെർമിറ്റും റെഡി ആയിട്ടുണ്ട്. ലക്ഷദ്വീപിലോട്ട് പോകാൻ പോകാട്ടോ. അതാ പയ്യന്മാര് റെഡി ആയിട്ടുണ്ട്. എത്ര കാലത്തെ ആഗ്രഹമായിരുന്നു ഇത് റെഡി ആവാന്? ഒരുപാട് നമ്മളെ അന്ന മാറ്റി പോയെന്ന് ആഗ്രഹം. അടുത്ത ലക്ഷദ്വീപാണ്. അങ്ങനെ ഇതിപ്പോ അവസാനപ്പെടാ. അപ്പൊ നമുക്കിവിടെ എന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആധാറിന്റെ ഒറിജിനൽ വേറെ കോപ്പിയോ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമ്മളെ ടിക്കറ്റ്, ഇത് തന്നെ ലക്ഷറി ടിക്കറ്റാണ്. അത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ എംപിന്റെ ഫണ്ട് വെച്ച് എംപിന്റെ കോട്ട വെച്ചെടുത്തത്. മെമ്പർ ഓഫ് പാർലമെന്റിന്റെ കോട്ട വെച്ചെടുത്തത്. പെർമിറ്റ്, ഇതാണ് പെർമിറ്റ്. ഇത് നമ്മൾ PCC ഒക്കെ റെഡിയാക്കി ഒരു 1-2 മാസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നാലേ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവർ ഡേറ്റ് ഒക്കെ തരുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്നലെ നമുക്ക് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് കടലിൽ നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്നലെ പോകാൻ പറ്റില്ല. ഇത്ര അടുത്ത കാലത്ത് ഇപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വന്നപ്പോൾ എന്തായാലും അങ്ങനെ സംഭവം ഉണ്ടായി. ഇന്നിപ്പോൾ എന്തായാലും നല്ല വെയിലാണ്, കാലാവസ്ഥ ഓക്കെയാണ്. ഏകദേശം ക്ലിയർ ആയി. ഒക്കെ ഏകദേശം ഇനി ഇവരെ പ്രശ്നം എന്താ? ഇവര് രണ്ടാൾ പ്രശ്നം എന്താ? ആ കുട്ടി തീരുമാനമായി, ആ കുട്ടിയുടെ എന്താ തീരുമാനിക്കുന്നത് അതോടെ തീർന്നല്ലോ. രണ്ടാളോട് താറ്റി കൊടുത്ത് പോകുന്ന ഇന്ത്യയിലുള്ള സകല മണ്ണും ചവിട്ടി തീർത്ത് ഇപ്പൊ ലക്ഷദ്വീപിലേക്കാണ് പോക്ക്. ലഗേജ് ഒക്കെ കിട്ടും കേട്ടോ. ബാഗും കാര്യങ്ങളും ലഗേജൊക്കെ ഈ വണ്ടി കിട്ടും. നമുക്ക് പോകാനുള്ളതാ ഈ ബസ്സിലാണ്. അതാട്ടോ നമ്മള് ബാഗും കാര്യങ്ങളൊക്കെ ആ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ലഗേജ് മൊത്തം ആ വണ്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നമ്മളിതാ അവിടുന്ന് ഒരു 1-1.5 കിലോമീറ്റർ ഉണ്ട് ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ നമ്മളിതാ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് നമ്മൾ ഇറങ്ങിയിട്ടോ. നമ്മളെ ബാക്കിൽ നിൽക്കണ അതാണ് ഷിപ്പ്. കണ്ടോ, 2 ഷിപ്പ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇതാ ബാക്കിൽ ഇതാ വേറൊരു ഷിപ്പ് ഉണ്ട്. നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിപ്പാണ് ഇതാ ഈ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാ. 2 ഷിപ്പ് ഉണ്ട്. ഇതിൽ ഏതാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് അറേബ്യൻ സീ ആണ് തോന്നുന്നുണ്ട്. ഇതാ അവിടെ വേറൊരു ഷിപ്പ് ഉണ്ട്. അത് ലക്ഷറിയാ തോന്നുന്നുണ്ട്. നമ്മുടെ ഷിപ്പ് ഇതായിരിക്കാനാണ് സാധ്യത. അപ്പുറത്ത് വേറൊരു ഷിപ്പ് അതാ. ഏതായാലും നമ്മളെ ലഗേജ് ഇറക്കാനായിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഇറക്കണം. ഏകദേശം പയ്യന്മാരൊക്കെ ബസ്സിലാണ്, അവർ ഇറങ്ങാനുണ്ട്. ഇറങ്ങിയിട്ട് വേണം നമുക്കിതാ ലഗേജ് ഇറക്കാൻ. നിസാമോ, നിസാം, നമ്മൾ ബാഗ് ഏതൊക്കെയാണ് അറിയോ? അതേറ്റാ ഷിപ്പ് കയറണേ. പിന്നെ മുകൾ ഭാഗത്തോട്ട് പോയി നോക്കുകയാണ്. എന്താ അവസ്ഥ നോക്കട്ടെ. എൻജിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഓ
പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ രോഗികളും അതേമാതിരി ബസ്സിൽ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആയതിന് ശേഷം പേപ്പറും കാര്യങ്ങളും റെഡി ആയതിന് ശേഷം നേരെ ഷിപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടിട്ട് ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആംബുലൻസ് രോഗികളൊക്കെ ഉണ്ട്. അപ്പം അതിനുള്ള സജ്ജീകരണം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവർ. അങ്ങനെതാ ഓ കേട്ടോ. ഓ വേറെ ലെവലാട്ടോ. അങ്ങോട്ട് പോകാൻ പാടില്ല തോന്നുന്നുണ്ട്. ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാൻ പാടില്ല തോന്നുന്നുണ്ട്. വേറെ ലെവലാണ്. ഇത് എഞ്ചിന്റെ സൗണ്ട് വരണേണ്ടോ. നമ്മുടെ കൊച്ചിക്കായൽ, ഇത് നമ്മുടെ കൊച്ചിക്കായൽ ടെർമിനൽ. അതാ അവിടെ വലിയ വലിയ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ അതാ കാണുന്നത്. ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എൻ്റെ പയ്യന്മാരതാ മെക്കാനിക്കാ തോന്നുന്നുണ്ട്. എന്തൊക്കെ ശരിയാക്കാണ്. കാര്യം എന്തോ എഞ്ചിൻ്റെ എന്തോ തകരാറ് എന്താ അറിയില്ല. എന്തൊക്കെ ശരിയാക്കാണ്. ഓ ഇവിടുന്ന് വേറെ ലെവലാട്ടോ. ഇങ്ങോട്ട് യാത്രക്കാർക്ക് പ്രവേശനമില്ല കേട്ടോ. കണ്ടോ, യാത്രക്കാർക്ക് പ്രവേശനമില്ല. നമ്മൾ ഹെലികോപ്റ്റർ അത് അവിടെ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ലഗേജും കാര്യങ്ങളൊക്കെ അവനാനം തന്നെ എടുക്കണം കേട്ടോ. കാരണം വേറെ ഒരാളുണ്ടാവില്ല. ഷിപ്പിന്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളത് മേലെയാണല്ലോ. നമ്മൾ ഇവരെ റൂമൊന്ന് കണ്ടാണ്ട് പോവാ. ഇവരെങ്ങനെ 1500 രൂപന്റെ ടിക്കറ്റ് വാങ്ങിയതല്ലേ, ഉള്ളി ഏസി അല്ലേ. അപ്പൊ ഇവരെ റൂം എങ്ങനെയാ നോക്കട്ടെ. ഏതാണ് നമ്മളത് മേലെയാണ്. അപ്പൊ സക്കീറെ അടിയിലോട്ട് പോണല്ലേ. അടിയിലോട്ട് പോണല്ലേ. അല്ല എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ല. ഇരുന്ന് സെറ്റ് ആയതിന്റെ ശേഷം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ആ വഴി തെറ്റുമല്ലോ ഇപ്പൊ ഇങ്ങനെ നടന്നാല്. ഇപ്പൊ എങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എന്താ സംഭവം ഇതാട്ടോ. 1500 ടിക്കറ്റ് എടുത്തവർക്ക് ഇതാക്കാത്ത ബെഡാട്ടോ. ഇതാട്ടോ സെക്കൻഡ് ക്ലാസ് ക്യാൻറ്റീന്. ഉഷാറാണ് കേട്ടോ. ഒന്നും റെഡി ആയിട്ടില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വന്നത്. പിന്നെ ഇതാ ഡിസ്പെൻസറി, ഹോസ്പിറ്റൽ, പ്രാർത്ഥനാ റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ലേഡീസ് ഉള്ളേ. എങ്ങോട്ടൊക്കെയാ വഴികൾ പലതരം. ഇതെങ്ങോട്ടാണ്? ഇത് ക്യാൻറ്റീനാണ്.
ക്യാൻറ്റീനാ? ക്യാൻറ്റീനൊക്കെ പോയി കാണാം. അല്ല, യാത്രക്കാർക്ക് പ്രവേശനമില്ല. ക്യാൻറ്റീനും കാര്യങ്ങളും ആളുണ്ട്. വേണ്ട. അപ്പോൾ താട്ടാ ക്യാൻറ്റീനാണ് കേട്ടോ. ഒരു സെറ്റപ്പ് വേണ്ട. ചിക്കൻ കണ്ട ചിക്കനൊക്കെ കേട്ടോ. നല്ല ചിക്കനും കാര്യങ്ങളാണ്. ഫുള്ള് സെറ്റാണ്. നമ്മളെ സീറ്റാണ് കാണാത്ത. ക്യാൻറ്റീന് വരെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ചെയ്യാനുള്ള നമ്മളെ സീറ്റ് കണ്ടെത്തണം. എവിടെയാണെന്നാവോ? ഇതാ ചുയിപ്പെട്ട പോലെ ഇത് അങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട്. എങ്ങോട്ടൊന്നും ഒരാട് പിടുത്തമില്ല. എടാ ഇപ്പൊ എവിടെ എത്തി? പുന്നാരെ ആ മേലക്കുള്ള മേലക്ക് എങ്ങനെ പോവാ? ഇനി അടിക്കണ്ടാ? അടിക്ക് പോയി നോക്കണോ? വേണ്ട, വഴി തെറ്റോ? അങ്ങനെ കാഴ്ച നമ്മളെ റൂം കണ്ടെടുത്തിട്ടാ. സെക്കൻഡ് ക്ലാസ് ലക്ഷറി റൂം. ഓ 3510 ഇതിന് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആൾക്കാരെ എനിക്ക് സർഫോന് കൊള്ളു. തുറന്ന് ഓന്റെ പൊന്നോ അടാറിട്ടാ. ഷാറ് ക്ലാസ്. ഓ പുറത്തോട്ടൊക്കെ കാണട്ടാ. പൊളി അടിപൊളി സൂപ്പർ. ഇവിടെ 4 പേർക്കുണ്ട് കേട്ടാ. അടിപൊളിട്ടാ. സേഫ്റ്റി ഒക്കെ ഉണ്ട്. ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സേഫ്റ്റി ആണ്. ഓ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോ വേറെ ലെവല്. ഇവിടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ. അതാ അടിയില് ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. ഓ വേറെ ലെവലാട്ടോ. ലക്ഷറി ഷിപ്പിന്റെ ഉള്ളിലാണ്. എവിടെ സ്വിച്ച്? ഓക്കെ ഓക്കെ. സെൻട്രലൈസ്ഡ് എ സി ആണ്. എല്ലാ ഭാഗത്തേക്കും സെൻട്രലൈസ്ഡ് എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബൾക്ക് ആയിരുന്നാലും നമ്മൾ ലക്ഷറി ആയിട്ട് സെക്കൻഡ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എ സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും റൂം കിട്ടിയില്ലേ? അപ്പൊ അതാ റൂം കേട്ടോ. ബാത്റൂമൊക്കെ എങ്ങനെ നോക്കട്ടെ. ഓ വേറെ ലെവലാ. ബാത്റൂമൊക്കെ ഉഷാറാണ്. പിന്നെ മറ്റ് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ അതാണ്. ബോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വല്ലാതെ അറിയില്ല. കഴിഞ്ഞിട്ടുണ്ടോ? ചെക്കർ എന്നാലും റൂമിനെ പറ്റി പറയടാ. അടാർ റൂമല്ല ആ 3500 രൂപക്കുള്ള അല്ലേ? 3500 രൂപക്കുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അപ്പൊ ഇതിന് താങ്ക്സ് പറഞ്ഞിട്ട് ആരോടാണ്? സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ അലിയാർക്കാനോട്. മൂപ്പരാണ് ഞങ്ങൾക്ക് 4 ആൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കും ഷർഫൂനും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കും സെക്യൂറിനും ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ മൂപ്പര് എന്ത് പറയുന്നത്? മൂപ്പര് ഇവിടെ കോൺഗ്രസിന് എന്തൊക്കെ വൈസ് പ്രസിഡന്റ് ഒക്കെ. അപ്പൊ മൂപ്പര് അറിയാത്ത ആൾക്കാരില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ മൂപ്പര് അറിയാത്ത ആൾക്കാരില്ല. എല്ലാവർക്കും മൂപ്പര് അറിയാം. മൂപ്പര് മാഷാണ്. അതേപോലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് മൂപ്പര്. മൂപ്പര് കേരളത്തിൽ ഞങ്ങൾ പോണതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ടിക്കറ്റ് കിട്ടിയതല്ല. ഇന്നലെ ടിക്കറ്റ് ഒരാൾ കൊടുന്നേരെ ഷിപ്പ്. അവിടെ ആ മൂപ്പര് കാളുണ്ട്. അതേപോലെ നമ്മള് അവിടെ കേറിയ സ്ഥലത്തിന്റെ പേരെന്താ? ബിൽഡിംഗ് കണ്ട് കയറിയില്ല. അവിടെ മൂപ്പര് കാളുണ്ട്. റസൂലുദ്ദീൻ തന്നെ മൂപ്പരാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. എല്ലായിടത്തും മൂപ്പര് ഭയങ്കര ഹോൾഡുള്ള ഒരാളാണ് മൂപ്പര്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയില്ല. എല്ലാ കാര്യങ്ങളും ഈസി ആയി. ലാസ്റ്റ് ടൈമിലാണ് 2 ടിക്കറ്റ്. പൈസ 3500 കൊടുത്താലും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റി. അതാണ് മെയിൻ. മൂപ്പര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായില്ല. മൂപ്പര് പറഞ്ഞു കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ അവരെ നമ്പർ കൊടുക്കല്ലേ? എല്ലാരും അവരെ കോൺടാക്ട് ചെയ്യണം. എന്തിനാ? അവരെല്ലാരും കൊണ്ടുപോകില്ല. അങ്ങനെ കൊണ്ടുപോകില്ല. അപ്പൊ സോറി ട്ടോ ഗൈസ്, അവരെല്ലാരും കൊണ്ടുപോകില്ല. അപ്പൊ അത്യാവശ്യപ്പെട്ട അവർക്ക് പരിചയമുള്ള ആൾക്കാരെ നമ്മളായതുകൊണ്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ രീതിയിൽ കൂടിയാണ് നമ്മൾ പരിചയം. ഫ്രണ്ടിന്റെ രീതിയിൽ കൂടിയാണ് നമ്മൾ ചെയ്തിരുന്നത്. മോന്റെ അമ്മോനാണ്. മോൻ ഇവിടെ ഇല്ല. അങ്ങനെ ആണ് ചെയ്തിരുന്നത്. അപ്പോ മൂപ്പരോടാണ് സ്പെഷ്യൽ താങ്ക്സ് നമുക്ക് പറയാനുള്ളത്. മൂപ്പര ഹോൾഡാണ് മെയിൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 6 പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. പ്രസിഡന്റ് എന്താണ്? കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ഇപ്പത്തെ അവിടുത്തെ. അതുകൊണ്ടാണ് നമ്മളല്ലേ ശരിയായി ക്ലിയർ ആയി ഇതുവരെ നമ്മൾ എത്തിയത്. വീട് വരെ എടുത്തുവെച്ചിരുന്നു. ഫുള്ള് സപ്പോർട്ടായിട്ട് നമുക്ക്. അപ്പൊ ഓക്കെ, നമ്മൾ മറ്റുള്ള വീഡിയോസൊക്കെ
തീർച്ചയായിട്ടും ഇങ്ങനെ വരും. ഇപ്പൊ നമ്മളിതാ റൂമൊക്കെ സെറ്റ് ചെയ്തൊന്ന് റെഡി ആയിട്ട് ഇരിക്കട്ടെ. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാ അറിവും നമ്മൾ ഇതിന്റെ ഈ യാത്രയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഓക്കെ, നമ്മളിപ്പോ നമ്മളെ റൂമില് നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് നമ്മള് കപ്പലിന്റെ ഷിപ്പിന്റെ മുകൾ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, ഏതിലൂടെ വന്ന് ഏതിലൂടെ പോകണമെന്നുള്ള നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതൊക്കെ ഒരു VIP റൂമുകളാട്ടോ. ഇതാട്ടോ, അത് അതുക്കും മേലുള്ള VIP റൂമുകളാണ്. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള റൂമുകളുണ്ട്. കപ്പലിന്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. മേലോട്ട് പോണെങ്കിൽ എക്സിറ്റ് ആണ് കേട്ടോ. ഓ എക്സിറ്റ് എത്തി. വാ ഓ ഇവിടെ തീരെ സേഫ്റ്റി ഇല്ലാത്ത പോലെ. അതെന്ത് ഷിപ്പാടാ? അതെന്ത് ഷിപ്പാ? ചരക്കാ, പക്ഷെ ചരക്കില്ലാന്നുള്ളൂ. മേലോട്ട് കേറി നോക്കട്ടെ. ഇനിയുണ്ട് കേട്ടോ. നമ്മൾ ടോപ്പിലെത്തി. ഇനി അതൊക്കെ മേലെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്, വേറെ ലെവലാണ്. അപ്പൊ അതാ ഇങ്ങോട്ട് പോയി നോക്കട്ടെ എന്താ സംഭവം ഒന്ന് കാണട്ടെ. ഇവിടെ എഞ്ചിന്റെ ഉള്ളിൽ നിന്നുള്ള സൗണ്ടാട്ടോ ഈ കേൾക്കുന്നത്. അപ്പോൾ ലൈഫ് ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുണ്ട്. ലൈഫ് ബോട്ട് കണ്ടിട്ടില്ലല്ലോ, അത് അടിഭാഗമാണ് കേട്ടത്. ലൈഫ് ബോട്ടിൻ്റെ അടിഭാഗം ഉണ്ടോ? ലൈഫ് ബോട്ടിൻ്റെ അടിഭാഗം. നമ്മൾ റൂമിലോട്ട് പോയി നോക്കാം. ഹലോ, എന്താ ഈ വഴി കണ്ടെത്തിയോ? പുരുഷന്മാരുടെ അല്ലേ മസ്ജിദ്, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ കേട്ടോ ഉള്ള നിസ്കരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാട്ടോ നമ്മളെ ഷിപ്പത്തെ പള്ളി. നിസ്കരിക്കാനുള്ള ഫുള്ള് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. AC ഉണ്ട്, എല്ലാതുണ്ട്. ഇത് കുറേ നടക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഫുള്ള് എങ്ങോട്ട് കയറിയ പിന്നെ ഇറങ്ങാനുള്ള ഭാഗം വേറെ കണ്ടുപിടിക്കേണ്ടി വരും. ആ അതന്നെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ
ഓ വേറെ ലെവൽ കേട്ടോ. അങ്ങനെ നമ്മള് ലാസ്റ്റ് റൂമിലെത്തിട്ടാ. കുറച്ച് പാടാണ് കേട്ടോ അങ്ങോട്ട് എത്തണമെങ്കിൽ, കറക്റ്റ് അറിയണം. ആശുപത്രി, പ്രാർത്ഥനാമുറി, ക്ഷേമകാര്യ, ക്യാൻറ്റീൻ ഇങ്ങോട്ടാ? ആ ഓക്കെ ഓക്കെ. ഞങ്ങള് മലപ്പുറം. എങ്ങനെ? മിൽട്ടൺ. കിൽട്ടൺ അതാ കിൽട്ടൺ. ഓക്കെ. എവിടെ ഇന്ന് എത്തുവോ? എത്തിയാ? ഇങ്ങനെ ഇത് നോക്കി പോണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ഫുള്ള് തിരക്കാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഫുള്ള് തിരക്കാണ് ഇവിടെ ബസ്. അപ്പോൾ ഫുള്ള് തിരക്കാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ തിരക്കില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കി. ഏതായാലും തുറക്കും തള്ളു. ഇതെന്താ? ഇതെന്താ ലിഫ്റ്റോ? ഇതൊക്കെ ഓരോ റൂമിലോട്ടുള്ള വിൻഡോ കേട്ടോ. നമ്മളെ റൂമാണോന്ന്. അത് ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. ഇപ്പൊ നമ്മുടെ നാടൻ ഫുഡ് ഇട്ടാ ഷിപ്പത്തെ. റൈസ് ഉണ്ട്, മീനുണ്ട്, വത്തക്ക കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗകര്യം ഉണ്ട് കേട്ടോ. ഈ ഏരിയ മൊത്തം നല്ല സൗകര്യമുള്ള. പിന്നെ നമുക്ക് വേറെ ബിരിയാണി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വേറെ ഏരിയയിലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നാടൻ ഫുഡിൻ്റെ ഏരിയയാണ്. ബിരിയാണിൻ്റെ ഐറ്റംസ് മറ്റുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ഒക്കെ വേറെ ഒരു മെസ്സ് ഉണ്ട് കേട്ടോ. ഇത് നാടൻ ഫുഡിൻ്റെ മെസ്സാണ്. ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഞങ്ങളിതാ ഇത്ര പേര് ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇരുന്ന് കൈ കഴിക്കില്ല. ഒരു മണി വരെ ഒരു മണി വരെ കാണാതെ ഞങ്ങൾ അപ്പൊ ഇവനെ തപ്പിട്ട് ഞങ്ങൾ പോയി അനൗൺസ് ചെയ്യാനുള്ള പരിപാടിയില്ല. വെൽഫെയർ ഓഫീസറെ പോയി കണ്ട് അനൗൺസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇത്രയും ആള് അപ്പൊ ജസ്റ്റ് ഒന്ന് ഫുഡ്. ഇവിടെ സാധാ ചോറ്, ഇവിടെ അല്ല സാധാ ചോറാണ്. അപ്പൊ ഞങ്ങൾ ബിരിയാണിന്റെ എല്ലാ റൂമും പോയി ബിരിയാണിന്റെ കൗണ്ടറിൽ നോക്കിയപ്പോൾ ഒരാളവിടെ ഇരിക്കുന്നത് ചിരി കത്തിയുണ്ട്. അപ്പൊ ഞങ്ങള് ഇതൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുക. ആൾക്കാർ വേസ്റ്റ് ഒറ്റക്ക് പോയി തിന്ന ആളാണ്. അപ്പൊ ഫുഡ് നാടൻ ഫുഡ് കേട്ടോ. മീനുണ്ട്, ബിരിയാണി മേലെ മെസ്സിലുണ്ട്. പക്ഷെ നമുക്ക് നാടൻ മതി. അതുകൊണ്ടാണ് ഞങ്ങൾ അഞ്ചാൾക്കാരെ കാണാതായി. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കേ, നിങ്ങളെ കാണാതെ ഈ അനസുതാ ബാക്കിന്ന് ഒറ്റ പോക്കാണ്ട് പോകണം. എവിടൊക്കെ പോയത് ഞാൻ കണ്ടില്ല. ഞാൻ കൊറേ നടന്നു അടിക്ക് പോയി. ഈ സപ്ലൈ ചെയ്താ എനിക്ക് ഇവിടെ ഫുഡ് ഇട്ടില്ല. അവിടെ പോയി ഫുഡ് വാങ്ങിയിട്ട് വന്നാ ഞങ്ങൾക്കുള്ള പണിഷ്മെന്റ് ആണ്. പോയിട്ട് വാ. മീൻകറിണ്ടോ അവിടെ? മനസ്സിന് എന്താ പറയാനുള്ളത്? ഇതിനെ പറ്റി എന്താ പറയുന്നത്? ഇപ്പൊ എന്താ പറയാ, എല്ലാരും അകത്തോട്ട് കേറിയിട്ടുണ്ട്. എല്ലാരും അകത്തോട്ട് കയറാണ്. കാരണം എന്താ പറയാ, സർവേര് ഇവിടെ ചെക്ക് ചെയ്യാൻ വരും. അപ്പൊ ഒരാള് പോലും പുറത്ത് പാടില്ല. അപ്പൊ ആദ്യം എല്ലാവരും സ്വന്തം റൂമില് അവിടെ എത്തിയതിന് ശേഷം ഇതിലെ ചെക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെ പുറത്തോട്ട് അയക്കുള്ളൂ. അപ്പൊ അതാണ് ആരില്ല കേട്ടോ. അവിടെ പുറത്ത് ആരില്ല. എല്ലാവരും അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ചു നേരം അവര് സർവേര് വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ പുറത്തോട്ട് വിടുന്നു. നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. ചൂലങ്ങോട്ടാ
നമ്മൾ ഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ വേറൊരു ചെറിയ ഷിപ്പ് ഇട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഷിപ്പ് വരേണ്ടത്. ആ ചെറിയ ബോട്ടിലാണ് ഇതിൻ്റെ പൈലറ്റ് വന്നത്. പൈലറ്റ് വന്ന് നമ്മുടെ ഷിപ്പിലോട്ട് കയറിയിട്ടുണ്ട്. എല്ലാവർക്കും അന്ന് ഷിപ്പ് നേരെ വന്ന് നമ്മളെ ഷിപ്പിനെ ക്ലിയർ ആക്കും. അതായത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ട് ആ ഷിപ്പ് തിരിച്ചിടും. അതാണ് അവർ ചെയ്യുന്നത്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പാണ് നമ്മളെ ലക്ഷദ്വീപിലോട്ട് പോകുന്ന ഷിപ്പിനെ വലിച്ചിട്ട് ക്ലിയർ ആക്കി തരുന്നത്. ഇവിടുന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മളെ ഈ വലിയ ഷിപ്പ് എന്ത് ചെയ്യും, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യില്ല. അപ്പം അതിന് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഷിപ്പ് വന്നിട്ടുള്ളത്. ഈ ഷിപ്പിനെ കറക്റ്റ് രീതിയിൽ വലിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജസ്റ്റ് കറക്കിയിട്ടാണ്, ആ ബോട്ടിനെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്, പടം ടൈറ്റ് ചെയ്യുന്നത്. ഇത് കാണാം, അതാണ്ടാ അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്യുന്നത്. ആദ്യം വലിക്കാൻ നോക്കി, പക്ഷേ കറക്റ്റ് ആവാഞ്ഞിട്ട് ഒന്നും പാടെ ശരിയാക്കിയിട്ട് വലിക്കാനാണ് നോക്കുന്നത്. ഇനി ഇതായും ഇപ്പോൾ കയറുണ്ടല്ലോ, ആ പടം കറക്റ്റ് ടൈറ്റ് ആവാൻ നിൽക്കുന്നുണ്ട്. വീണ്ടും ലൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. വീണ്ടും ലൂസാക്കി, എന്താണെന്ന് അറിയില്ല. ഒന്ന് മേലെ പോയി നോക്കാം, എന്നാ കറക്റ്റ് അറിയാം. വൈറ്റ് പടം ടൈറ്റ് ചെയ്തിട്ടോ, കണ്ടോ, ഏകദേശം ടൈറ്റ് ചെയ്തു. ഏകദേശം ആ ഫ്രണ്ടിലത്തെ വൈറ്റ് ഷിപ്പ് ഉണ്ടല്ലോ, അതിനെ കവർ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകുന്നത് കാണാം നോക്കി. അതിനനുസരിച്ച് ഇത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷിപ്പ് ഇതാ ഏകദേശം ലെഫ്റ്റിലോട്ട് വലിച്ച് അവിടെ ഭിത്തി ഉണ്ടല്ലോ, റൈറ്റ് സൈഡിൽ വലിയ ഭിത്തി ഉണ്ടല്ലോ, അപ്പോൾ അതിനോട് തട്ടാതെ ലെഫ്റ്റിലോട്ട് ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകണം കേട്ടോ. കാരണം വെള്ളത്തിലിടുന്ന ലോക്ക് പോലുള്ള കയറുണ്ടല്ലോ, അതാണ് ആ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പൊന്തിക്കുന്നതനുസരിച്ച് ഈ പടറ്റ് ഈ കയറിട്ട് എന്ത് ചെയ്യും, ആ ഷിപ്പ് അങ്ങോട്ട് വലിച്ച് ക്ലിയർ ആക്കും. ഉണ്ടോ, ഏകദേശം ആ ഷിപ്പിനെ മറികടന്ന് പോകുന്നുണ്ടോ. ശരിക്ക് ആ ഷിപ്പിൽ വൈറ്റ് ഷിപ്പിനെ നോക്കിയാൽ കാണാം ഈ ഷിപ്പ് ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ചാഞ്ഞ് പോകുന്നത്. കംപ്ലൈൻ്റ് അല്ല, ഇത് അങ്ങോട്ട് വലിക്കാണ്. ആ ഷിപ്പ് അനങ്ങാതിരിക്കാൻ ലോക്ക് ചെയ്യില്ല, നങ്കൂരം. ആ നങ്കൂരാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ നങ്കൂരതാ അതിൽ ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച്, അത് ടൈറ്റ് അനുസരിച്ച് ഈ ഷിപ്പ് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകും. ഉണ്ടോ, അങ്ങനെ ഗൈസ് നമ്മുടെ ഷിപ്പ് ഇതാ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഷിപ്പ് ഇതാ കറക്റ്റ് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ട് വന്നിട്ടുള്ളത്. കേട്ടോ, അവിടെ നങ്കൂരം മേലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം വലിച്ച് മേലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തുള്ള ബോട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഏകദേശം കരയിൽ നിന്ന് ഏകദേശം കായലിന്റെ ഭാഗത്തോട്ട് നീങ്ങി കഴിഞ്ഞിട്ടോ. നമ്മുടെ ഷിപ്പിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ട്. കയറുണ്ടോ, അത്രയും ടൈറ്റിലാണ് വലിച്ച് അങ്ങോട്ടും കൊണ്ടുപോകുന്നത്. നമ്മുടെ നങ്കൂരത്തിന്റെ കയറുണ്ടല്ലോ, അതിനെ കറക്റ്റ് താഴോട്ട് ഇട്ടോ, കേബിള് താഴോട്ട് ഇട്ട് വെച്ചാൽ അത് ആ ബോട്ടിലോട്ട് ടൈറ്റാക്കി അവർ പോയി. അവരെ പണി കഴിഞ്ഞ് അവർ പോയി. ഇപ്പൊ നമ്മളിതാ കൊച്ചിക്കായൽ നിന്ന് എങ്ങോട്ടാണ്, ലക്ഷദ്വീപിലോട്ട് നമ്മളെ ഷിപ്പ് എടുത്തു കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മള് കൊച്ചിനോട് വിട പറയണല്ലേ. നമ്മള് 2 ദിവസമായി ഇവിടെ വന്നിട്ട്, ഇപ്പൊ ഇന്ന് കൊച്ചിനോട് വിട പറയാണ്. കാലാവസ്ഥ മോശമായുണ്ട്, അതാ ഇന്നിപ്പോ മഴ ഉണ്ട്. എന്നാലും ചെറിയ ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ, നല്ല ചാറ്റൽ മഴ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. അതായത് ഷിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ ലക്ഷദ്വീപിലോട്ട് എത്തിയാൽ മതി. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്.
കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇനി തീർച്ചയായിട്ടും നമ്മളിതാ കൊച്ചിയോട് വിട പറയാണ്. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊച്ചിയെ പിറകിലാക്കി നമ്മളിതാ ലക്ഷദ്വീപിലോട്ട് ഫ്രണ്ടിലൊരു ചെറിയൊരു ബോട്ട് വന്നു. അപ്പോൾ എന്താ ഇവര് ഹോൺ അടിച്ചിട്ടുണ്ട്. അതാ നോക്കുന്ന കണ്ടോ, പൈലറ്റ് എന്ത് ചെയ്യാ നിരീക്ഷിക്കുകയാണ്. അവിടെ ഒരു ബോട്ട് ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ബോട്ടുണ്ട്. പോയാ എങ്ങോട്ട് ലെഫ്റ്റ് പോയത് പോയി. അപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ ഫോർട്ട് കൊച്ചി ഇതാണ്. ചീനവല കേട്ടോ കാണുന്നത്. അതായത് നമ്മുടെ ഫോർട്ട് കൊച്ചിന്റെ ഏരിയ മൊത്തം കാണുന്നത്. വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. എന്താ നമ്മളെ ഫ്രണ്ട്സിനോട് ചോദിക്കാം. കുറെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ലക്ഷദ്വീപിൽ പോവാന്നുള്ളത്. അപ്പൊ ഗായ്സ് ഓക്കെ അല്ല, പറ എന്താണ് എത്ര വർഷത്തെ? 2019 മണാലിയിൽ വരുമ്പോൾ പ്ലാൻ ചെയ്തതാണ്. അടുത്ത ടാർഗറ്റ് 8 വർഷമായിണോ? ടോട്ടൽ 8 വർഷം. നടക്കാന്നുണ്ടെങ്കിലല്ല, അതിന് പിന്നിൽ കുറച്ച് നടക്കാൻ അറിയണ ആൾക്കാർ വേണം. നമ്മളെ സ്പോൺസർ കുറച്ച് നടക്കാൻ അറിയണ ആളാവണം. പിന്നെ അതേപോലെ നമ്മളിതിന്റെ ബാക്കിൽ എന്തായത് മടിയാതെ ചോദിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റണം. നമ്മള് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കണം. എന്നാലും നമ്മളിത് സക്സസ് ആണ്. അവർക്ക് ബുദ്ധിമുട്ടായാലും നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്തുകൊണ്ടാ നമ്മളെ പോവാനുള്ള ആഗ്രഹം. അതുപോലെ അന്ന് പ്ലാൻ ചെയ്ത ഒരു ടൂർ കൂടി ഉണ്ട്. കേരള ടു കാശ്മീർ വണ്ടിയോട് മാത്രം പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് നേരിട്ട് വണ്ടി ഓടിച്ചിട്ട് ഡോൾഫിനാ. ഗൈസ് നോക്കൂ, ഇതാണ് കേട്ടോ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്ന സ്ഥലം. ഇതൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും, നമ്മുടെ ഏറ്റിലെ അടിഭാഗത്തായിരിക്കും. ഇതാണ് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്ന റൂം കേട്ടോ. എന്നാ വേണ്ടി പോരാ, ഇവിടേക്ക് അലൗഡ് ആണോന്ന് അറിയില്ല. ഇനി അടിയിക്കില്ലല്ലോ. തലക്കൊരു കനം വന്ന് തുടങ്ങി, ചെറിയൊരു ആട്ടം. ഇങ്ങനെ പൊന്തി തായ ബങ്ക് എന്നാണ് പറയല്. ഇതിന് ടിക്കറ്റ് കുറവാണ്. ഏകദേശം 1500 ആണ് റേറ്റ് വരുന്നത്. ഇതിന് ബങ്ക് എന്നാണ് പറയല്. ഏകദേശം മിച്ചറുണ്ട്, നാട്ടിൽ നല്ല മിച്ചർ വാങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് ചായ ഇവിടുന്ന് വാങ്ങി. അവിടെ ക്യൂ ഒന്ന് വാങ്ങാം. ചായ വാങ്ങി അങ്ങനെ ചായ ഇങ്ങനെ കുടിക്കാണ്. കടലിനുള്ളിൽ ഇതിൽ കൂടുതൽ യാത്രക്കാരല്ല, അവിടുത്തെ ആൾക്കാരാണ് കൂടുതൽ. ഇവിടെ എല്ലാവരും അങ്ങനെ സംസാരിക്കാൻ കണ്ടില്ലേ? അതെന്താ പറയാ, ഇവര് കിഴക്കിലുള്ള ദ്വീപിലുള്ള ആളുകളാണ്. എന്നാ കിൽട്ടനുള്ള ആളുകളാണ് ഇവര് പരസ്പരം അറിയാം. നമ്മളെ പോലല്ല, നമ്മള് പുറത്തുനിന്ന് ഇവിടെയുള്ള ആൾക്കാരാണ് ഷിപ്പിലുള്ളത്. ഷിപ്പിലുള്ളത് കൂടുതലും അയൽവാസികളോ ആ നാട്ടിലത്തെ പ്രദേശവാസികൾ തന്നെയാണ്. പുറത്തത്തെ ആൾക്കാർ നമ്മളെ പോലുള്ള ആൾക്കാർ കുറവാണ്. അപ്പോൾ നമ്മളെ അവിടുത്തെ ആൾക്കാരൊക്കെ ഫുള്ള് ഫ്ലൈറ്റിനാണ് ടിക്കറ്റ് കിട്ടാനില്ല. ഒക്കെ കിൽട്ടൺ എന്ന ദ്വീപിലുള്ള ആളുകളാണ്. അതാണ് ഇവര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത്.